ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്നെ കണ്ടിട്ട് ആരും പേടിക്കണ്ട. ആള് ബ്ലാക്ക് സാരിയിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, ഏതോ ഒരു ഹാളിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇവർക്ക് വാങ്ങിയതാണ്, ഇന്നാണ് ഇടുന്നത് അല്ലേ? അപ്പൊ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോവാണ്. അതെ, ഏത് കല്യാണമാണ്? അർച്ചനക്കുട്ടിയുടെ കല്യാണത്തിന്. കല്യാണത്തിന് റിസപ്ഷനാണ്. എല്ലാവരെയും വിളിച്ച റിസപ്ഷനിലാണ്. അപ്പൊ നമ്മളും പോകുന്നുണ്ട്. ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു അടിപൊളി ഒരു ദിവസമാവും പ്രതീക്ഷിക്കുന്നു. പക്ഷെ ബബുൽക്കുട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വരണം, ഓടിച്ചു വന്ന് പോയിട്ട് വരണം. അപ്പം നീ എങ്ങനെ അർച്ചനെ പരിചയപ്പെടുന്നത്? ഞാൻ ടിക്ടോക്കുള്ള സമയത്തായിരുന്നു പരിചയപ്പെടുന്നത് അല്ലേ? ഞാൻ വളരെ പണ്ടേ പരിചയപ്പെട്ടതാണ്. എന്റെ സീനിയർ ആയിരുന്നു നടക്കം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടത്. അപ്പം ഇവിടെ പറമ്പിൽ ബസാറാണ് അർച്ചനേന്റെ വീട്. നേരെ അതിന്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ റണ്ണുണ്ട്. അപ്പൊ പോവല്ലേ? വേഗം പോണം. പറപ്പിച്ച് വിടും പോപ്പാ. അപ്പം എന്റെ മേക്കപ്പ് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു കുത്തിയിരുന്ന മേക്കപ്പ് ചെയ്തിട്ടുണ്ടത്. ലിപ്സ്റ്റിക് മാത്രം കൂടി പോയിട്ടുള്ളൂ ഗൈസ്, വേറൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ലാക്മേന് കുറച്ച് അടിപൊളി പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ വാങ്ങിച്ചെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം കുറച്ച് ഡിസ്കൗണ്ടും കാര്യത്തിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളത് കണ്ടിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് 2-3 ആൾക്കാരെ കൂട്ടാനുണ്ട്. അവരെയും കൂട്ടിയിട്ട് നമുക്ക് പോവാം. അപ്പൊ പോവാൻ വേണ്ടിട്ട് നമ്മൾ ഒരുങ്ങാൻ വേണ്ടിട്ട് നമ്മളിന്ന് ലാക്മേന്റെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. ഇതാ 3 ലിപ്സ്റ്റിക് ഒന്നും ഇടുന്നില്ല. അപ്പൊ നമ്മൾ 3 ലിപ് കളറും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ലാക്മേന്റെ ഒരു കാജൽ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്മേ ഫോർഎവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ആണ്. അപ്പൊ മാറ്റ് ആണ്, 3 മാറ്റ് ആണ്. അപ്പൊ ഞാൻ ഇത് ഓരോ ഷെയ്ഡ് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് മാവ് എക്സ്റ്റസി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതാണ് ആ ഷെയ്ഡ് വരുന്നത്. പിന്നെ വരുന്നത് റെഡ് കാർപ്പറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതാണ് റെഡ് കാർപ്പറ്റ് വരുന്നത്. പിന്നെ റെഡ് സഗ്രിയ കണ്ടോ, ഇതാണ് ഈ ഷെയ്ഡ് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഇടാൻ പോണത് ഈ ഷെയ്ഡാണ് കേട്ടോ, മാവേ എക്സ്റ്റസി. എന്നിട്ട് നമുക്ക് ലാക്മേ ഐക്കോണിക് കാജൽ ഡീപ് ബ്ലാക്ക് യൂസ് ചെയ്യും. ഇത് ട്വിൻ പാക്ക് ആണ് കേട്ടോ. ഇതിൽ 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ലാക്മേന്റെ പ്രൊഡക്ട്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ട്രെൽ ഷോപ്പ് ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്യൂട്ടി ഫെസ്റ്റിവൽ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെല്ലില്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ട്രെൻഡിങ് ബ്രാൻഡ്സിനും 70% ഓഫ് കിട്ടുന്നതാണ്. അടിപൊളിയല്ലേ? അപ്പൊ ഇത് 3 എണ്ണത്തിന് നിങ്ങൾക്ക് വരുന്ന റേറ്റ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1205 ആണ്. പക്ഷെ നിങ്ങൾക്ക് ട്രെല്ലില് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 815 റുപ്പീസിന് ഈ 3 പ്രൊഡക്റ്റും കിട്ടുന്നതാണ്. അപ്പൊ ഈ കാജലും 3 ലിപ് കളറും നിങ്ങൾക്ക് കിട്ടുന്നതാണ് 815 റുപ്പീസിന്. അപ്പൊ നിങ്ങൾ 389 റുപ്പീസ് ആണ് സേവ് ചെയ്തത്. അപ്പൊ ഇത് കൂടാതെ നിങ്ങൾക്ക് 25% ഓഫും കൂടി വേണമെങ്കിൽ എന്റെ കൂപ്പൺ കോഡായ BTGNTRL25 യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മേലെ 25% ഓഫ് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഇല്ലേ, നിങ്ങൾക്ക് ഇത് മാത്രം പേ ചെയ്താൽ മതി, ഫ്രീ ഡെലിവറി ആണ്. അപ്പോ ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടു എഴുതിയത്. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെ മിററിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോ നിങ്ങൾക്ക് വേറൊരു അടിപൊളി കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക്, അതായത് പൈസ കൊടുക്കാതെ, നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുക്കാതെ എങ്ങനെ വാങ്ങണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ട്രെൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് ട്രെല്ലില്. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ട്രെല്ല് റെഫർ ചെയ്യുന്ന സമയത്ത്, മാത്രമല്ല ട്രെല്ലിലെ വീഡിയോസ് കാണുന്ന സമയത്ത്, അത് മാത്രമല്ല ട്രെല്ലിന് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രെൽ ക്യാഷ് കിട്ടും. ഒരു ട്രെൽ ക്യാഷ് എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പൊ അത് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ട്രെൽ ക്യാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഇല്ലാതെ ഷോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഹൈലൈറ്റിലേക്ക് പോകണം. അവിടെ ഇഷിരി ഉമറൊക്കെ ഒക്കെ കാത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ വേഗം പോവാല്ലേ, ഫുഡ് തീർന്നു പോയാലോ. അതാ ഗൈസ്, അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് പറമ്പിൽ ബസാറാണ് കേട്ടോ. അപ്പൊ അതാ നമ്മള് ചെല്ലുമ്പോ തന്നെ എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും പുറത്ത് തന്നെ ഉണ്ട് അല്ലേ? സാരംഗി, പിന്നെ സെലിന്, വിശുദ്ധ, പിന്നെ നമ്മളെ കൂടെ നിമ്നക്കുട്ടി ഉണ്ട്, മീത്തേട്ടൻ ഉണ്ട്, വിഘ്നേഷ് ഏട്ടൻ.
അമ്പാടി. ഇതാ ഈ അൽബ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. അല്ലെ പറമ്പിൽ ബസാർ എല്ലാവരും കണ്ടു. ഈ ഒരു കുട്ടി നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായല്ലേ? അതെ, ഭയങ്കര സന്തോഷമായി. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭയങ്കര ഇഷ്ടം അതൊക്കെ പറഞ്ഞു. അപ്പൊ ഒത്തിരി സന്തോഷമായിട്ടോ. കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് ആ ചേച്ചിയോട് വലിയൊരു ഹായ്. അതാ നമ്മുടെ അശ്വിനേട്ടൻ എന്തോ ആ തറ്റത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജിൽ പരിപാടി നടക്കുകയായിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചനയെ പറ്റിയൊക്കെ. ആ സമയത്ത് ചോദിച്ചായിരുന്നു ഒരു ചോദ്യം, അർച്ചനന്റെ അമ്മേനോട് വിവേകേട്ടൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പൊ അതിന്റെ മറുപടി നമുക്ക് കേൾക്കാം. കണ്ടപ്പോ തന്നെ ഇഷ്ടമായി, നല്ല മോനാന്ന് തോന്നി. അതുകൊണ്ട് ജീവിതം അങ്ങനെ തന്നെ ആവട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അമ്മ. മകള് സെലക്ട് ചെയ്തതാണ് മരുമകനെ. മകളുടെ തീരുമാനം കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാല് ഇത് ഒരു ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് അറിയില്ലേന്നത്. ഇത് സസ്പെൻസ് പൊട്ടിക്കലായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇത്രയും ഓർത്തിട്ടില്ല. നല്ല അറേഞ്ച് മാരേജ് ആണെന്നാണ് ഞങ്ങളടുത്ത് ഒരു 2 വർഷം മുമ്പേ ഇങ്ങനെ ഒരു അന്വേഷണമായിട്ട് വന്നു. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ചോദിച്ചത്. ഞങ്ങളതിനെ പറ്റിയൊക്കെ തീരുമാനിച്ചു പോവാണ്. ഇന്നത് ഇങ്ങനെയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കള്ളത്തരം പൊട്ടിക്കലായി. എന്തായാലും ഇഷ്ടമായി. ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു എന്താ പറയാ. അപ്പൊ നമ്മുടെ മുർഷിമോൻ എത്തിയിട്ടുണ്ട്. ഇതാ ഇച്ചായനും എത്തിയിട്ടുണ്ട്. ഇച്ചായനും വൈഫും ഉണ്ട്. അപ്പൊ നമ്മുടെ അർച്ചന ലവ് സ്റ്റോറി പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ഇതായിപ്പോയി, കട്ടായിപ്പോയി. എന്തായാലും നിങ്ങൾ കണ്ടോ കേട്ടോ. അവളും കൂടെ കോളേജിൽ പോയ സമയത്ത് എന്താ പറയാ സ്ട്രൈക്കിന്റെ സമയമായിരുന്നു. അപ്പോൾ ഇലക്ഷനിൽ ജയിച്ചതിൽ സീനിയേഴ്സ് എല്ലാവരും കൂടെ, എന്റെ സീനിയറാണ് ആക്ച്വലി. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര തെപ്പാങ്കൂത്തും ഡാൻസും അതും ഇതൊക്കെ. അപ്പോഴാണെങ്കിൽ എനിക്ക് ആരെ നോക്കിയിട്ടും ഒരിതില്ല. പക്ഷെ പെട്ടെന്ന് എന്താ അറിയില്ല, എന്റെ ഫ്രണ്ട് പറഞ്ഞു, എടി ആ ഏട്ടനെ നോക്കി നല്ല ഭംഗിയില്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് നോക്കിയതായിരുന്നു. അപ്പൊ ഏട്ടന്റെ മുടിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് ഇളകി നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ വെറുതെ മൈൻഡ് ഒന്നും ചെയ്തില്ല. പിന്നെ ഡെയിലി പോകുമ്പോ നോക്കും, അങ്ങനെ കുറച്ച് സംഭവങ്ങള്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് വന്നു. അപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് മെസ്സേജ് വന്നു, ഹായ് അറിയോ. അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര ചാടല്ലേ, ആരോടും മിണ്ടൂല്ല നോക്കൂല്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. അത് വോയിസിട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായ ഏട്ടല്ലേ, ഈ ഏട്ട ഇത്രക്ക് കോഴിയാണോ വിചാരിച്ച്. അപ്പൊ ഭയങ്കര ജാട കാട്ടി നിന്ന ഏട്ടൻ. അപ്പൊ ഞാൻ പിന്നെ നല്ല കമ്പനിയായി, കട്ട ഫ്രണ്ട്സായി. അപ്പം ഏട്ടൻ അങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരു ലവിന് എനിക്ക് താല്പര്യമില്ല, കാരണം ഓൾറെഡി തേപ്പ് കിട്ടി നിൽക്കുകയാണല്ലോ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്തു. ഏട്ടൻ ഭയങ്കര പാവാണ്, കെയർ ചെയ്യും, നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ ആണ്, പക്ഷെ വീട്ടിൽ വന്ന് ചോദിക്കണം, അച്ഛനും അമ്മയ്ക്കും ഓക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ ഏട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് ഏട്ടൻ കാര്യം പറഞ്ഞു. അമ്മേനെ വിളിച്ചിട്ട് അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള രീതിയിൽ അമ്മേൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് പ്രപ്പോസലായിട്ട് വന്നു. അമ്മയും അച്ഛനും കണ്ട സ്പോട്ട് ലിസ്റ്റ് ആയിട്ട് ഓക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇത് നടത്തി. ദാറ്റ്സ് എ സൂപ്പർ സ്റ്റോറി. Come on, Mushi. അല്ല ഞങ്ങൾ ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അത് ഇതിൽ പറയാൻ മാത്രമൊന്നും അറിയില്ല. നിങ്ങൾ കുറെ റീൽ ഒരുമിച്ച് ചെയ്യാതല്ല, ഭയങ്കര എക്സ്പീരിയൻസ് എങ്കിലും ഇല്ല ഇങ്ങനെ നമ്മൾ അതിന്റെ നമ്മൾ നമ്മളിവിടെ അതേപോലെ ഭയങ്കര സപ്പോർട്ടാണ്. എന്നായിക്കോട്ടെ നമ്മൾ ഫ്രണ്ട് പിന്നെ
നിങ്ങൾ തമ്മിൽ റിലേഷനിലാണോ എന്ന് ചോദിച്ചപ്പോ എന്താണ് തോന്നിയിട്ടുള്ളത്? ആരാ ചോദിക്കുന്നത്? അതല്ല, കാണുമ്പോൾ ഞാൻ ഇതുവരെ ഒരു ഫ്രണ്ടായിട്ടോ പെങ്ങളായിട്ടോ ഗവനായിട്ടോ ആ രീതിയിലല്ല കണ്ടത്. ഒരു വേറൊരു കാറ്റഗറി, ഒരു പലപോലത്തെ വേറൊരു സ്പെഷ്യൽ കാറ്റഗറി. അപ്പൊ അങ്ങനെയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. അപ്പൊ അർച്ചന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്റ്റേജിന് മുന്നോട്ടെന്ന് പറഞ്ഞു. അന്ന് അച്ഛനും ചേച്ചിയായിരുന്നു. പിന്നെ എനിക്ക് അത് അച്ഛനെയായി. എന്താ പറയാ, എനിക്ക് പറയാനുള്ളത് ഷീസ് വെരി ലക്കി ടു ഹാവ് എ ബോയ് ലൈക്ക് യു, ഐ എം മാൻ ലൈക്ക് യു. വിവേകേട്ടനെ എനിക്ക് അങ്ങനെ നേരിട്ട് ആർക്കും അറിയില്ല, എപ്പോഴോ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പിന്നെന്താ പറയാ, അച്ഛന് സീനിയർ ഫാമിലിയായിട്ടും കുറച്ചൊരു ക്ലോസ് ആണ് ഞാൻ. നീ പോക്കണോ? നമ്മൾ മെൻഷൻ ചെയ്ത ഇവിടെ ഒരാൾ എത്തിച്ചേർന്നിരിക്കുന്നു. കേൾക്കുന്നുണ്ടെന്നൊക്കെ അവസാനം വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. എന്താണ് പറയാനുള്ളത്? അതെ അതെ, ഇതൊരു സ്റ്റേജിൽ കണ്ടില്ലല്ലോ, സ്റ്റേജിൽ ഇത് കേട്ടില്ലല്ലോ. ഓ അങ്ങനെ, ഞാൻ അർച്ചനയെ കുറിച്ചാണ് വിചാരിച്ചത്. പിന്നെ അടുത്ത ആളല്ലോ, ഞാൻ എപ്പോഴും ഞാൻ എത്ര ഡീസന്റ് ആവാൻ ശ്രമിച്ചാലും എനിക്ക് ഡീസന്റ് ആവാൻ പറ്റാറില്ല ഗൈസ്. ഞാൻ ഡീസന്റ് ലുക്ക് തോന്നിക്കാനാണ് ഇൻസൈഡ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്നത്, കുറിയൊക്കെ തൊട്ട് വന്നത്. ഡാൻസ് കളിക്കണ്ടേ നമുക്ക്? അപ്പോൾ അപ്പു സാമ്യം ആയതുകൊണ്ട് വെജിറ്റബിൾ ആട്ടോ എടുത്തത്, ഞങ്ങൾ കുഴിമന്തി എടുത്തത്. ഞാൻ പിന്നെ ഫീഡിങ് ടൈം ആയതുകൊണ്ട് ഇട്ടോ നോൺ കഴിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ അറ്റാക്കിങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ അറ്റാക്കിങ് തുടങ്ങാൻ പോവാണ്. അഞ്ചലാണ് ഏറ്റവും കുറച്ചെടുത്തെന്ന് പറയാം. അയ്യോ എന്റെ പ്ലേറ്റിലോട്ട് നോക്കല്ലേ. ഇത് ഫസ്റ്റ് ട്രിപ്പ് മാത്രം, സെക്കൻഡ് ട്രിപ്പ് ഓൺ ദി വേ. ക്യാമറ കാണിച്ചപ്പോൾ എന്റെ ഇട്ടത് കുറച്ച് കൂടി പോയി. അത് ക്യാമറ ഓൺ ആക്കിയപ്പോഴാണ് അപ്പൊ നമ്മുടെ അറ്റാക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ മുർഷി എന്റെ പ്ലേറ്റിലേക്ക് കുറെ എടുത്ത് തട്ടി ഗൈസ്. ഞാൻ അത് കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുർഷി അതിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും മീത്തടനും കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ നിമ്നക്കുട്ടിക്ക് നല്ല അടിപൊളി. ഞാൻ കുറെ നേരമായി പറയാണ് എന്റെ വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അയ്യോടാ അല്ല കേട്ടോ. ആക്ച്വലി ആക്റ്റീവ് അല്ലാഞ്ഞിട്ട് തന്നെ എനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആക്റ്റീവ് അല്ല, ആക്റ്റീവ് ആവണം. ഞാനിവിടെ വരുമ്പോ എന്തായാലും എന്നോട് പറഞ്ഞു ഫോട്ടോ ഞാൻ ഒരാളെ ഫോട്ടോ നിമ്നക്കുട്ടിയുടെ അടിപൊളി വീഡിയോസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ തകർത്ത്, യൂട്യൂബിലും ആക്റ്റീവ് ആവണം. അങ്ങോട്ട് വാ, വീട്ടിലേക്ക് വാ. ഞാൻ വീട്ടിൽ വന്നിട്ട് കൊയിലാണ്ടിയിലേക്ക് എത്തിയിട്ട് നമുക്ക് കാണാം അല്ലേ? അപ്പൊ നിമ്നക്കുട്ടിയുടെ ചാനലിന്റെ പേരെന്താ പറയുക? അപ്പൊ അത് എല്ലാരും പെട്ടെന്ന് കിട്ടൂല. അപ്പൊ നിമ്നക്കുട്ടിന് മുതൽ നല്ല ആക്റ്റീവ് ആവും. ഞാനിപ്പോ വരുമ്പോ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ അങ്ങോട്ട് കൊടുക്കു കുമാരേട്ടാ. ഗേൾ
എന്റെ ഇഷ്ടത്തേക്ക് മാത്രം കാണിക്കുന്നത്. ഇവിടെ എന്റെ ഭാര്യയോട് ഇതെന്റെ അഭിനയത്തെ കുറിച്ച് പറയുന്നത്. ഇല്ല, ഭാര്യയില്ല, ഞാൻ അയച്ചു കൊടുക്കും. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me. And what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan. Your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the hours it takes to get some power. Don't be f***ing sour. Take a cold shower. Scream until you're louder. Work until you're prouder. And f*** all the doubters, they're just your downers. I swear to God they all let me down. I always fought just to wear the crown. I'm off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me. എന്ത് പറയാൻ, നിങ്ങളെല്ലാവരും വന്നിട്ട് ഭയങ്കര ഹാപ്പി. താങ്ക് യു സോ മച്ച്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ പോലും വിചാരിക്കാതെ. എത്ര സമയം പോകാണ്ട് പൈസ പഠിക്കാൻ ബ്രോ ഇങ്ങനെ നമ്മള് മംഗലത്ത് എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ പെയ്ഡാണ്, സോറി. അപ്പോ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവാണ്. ബൈ പറയൂ. അപ്പൊ അത് അടിപൊളി ദിവസമായിരുന്നു. നല്ലോണം അടിച്ചു പൊളിച്ചു. ഇവിടെ കുറെ ഡാൻസ് കളിച്ച് സൈഡായിട്ടുണ്ട്. ഞാൻ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല. റേഡിയോ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അയ്യോ, എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അവൻ എങ്ങനെയാന്നുള്ള. ഞാൻ പാലൊക്കെ എടുത്തു വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇല്ലേ എല്ലാരും ചോദിക്കും എത്ര സമയം എങ്ങനെയാന്ന്. പക്ഷെ ഓൻ അത്രയും സമയത്തേക്കുള്ള പാല് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടാണ് വന്നത്. എല്ലാരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. കാണാത്തവരും കണ്ടു, കണ്ടവരെ പിന്നെ കാണാൻ ഒന്നുകൂടെ കണ്ടു. വളരെ സന്തോഷം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.